ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله وإمام الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يقول الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط صدق الله العلي العظيم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ കരുണാവതിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയും അർഹമറാഹിമായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ക്ഷേമവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബന്ധുമിത്രാദികളെയും അവൻ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ യുദ്ധങ്ങളിലൊന്നാണ് ഖൈബർ എന്ന് പറയുന്നത്. പ്രവാചകനുമായിട്ടുള്ള കരാർ ലംഘിച്ച് ഖുറൈശികളുമായി ചേർന്ന് അഹ്സാബ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയും പല തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്ത ഖൈബറിലെ ജൂതന്മാരോടാണ് ഈ യുദ്ധം നടക്കുന്നത്. ഹിജറ 7-ാമത്തെ വർഷത്തിലാണ് ഖൈബർ സംഭവം നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവും യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രവാചകൻ തന്റെ കൂടെയുള്ള സൈന്യത്തിലെ ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഹാദാ മിൻ അഹ്ലിൻ നാർ,
ഈ ചെറുപ്പക്കാരൻ നരകാവകാശിയാണ് എന്ന് പറയുന്നു. സാധാരണ ഒരാളെ കുറിച്ചും അങ്ങനെ പറയാത്ത പ്രവാചകൻ തന്റെ കൂടെ യുദ്ധത്തിന് ഒരുങ്ങി വന്നു യുദ്ധത്തിന് വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് അയാൾ നരകാവകാശിയാണ് എന്ന് പറയുന്നത്. അങ്ങനെ യുദ്ധം തുടങ്ങി. വലിയ പോരാട്ട വീര്യമാണ് ആ ചെറുപ്പക്കാരൻ കാഴ്ചവെച്ചത്. മറ്റു പല സഹാബികളും പിന്തി നിന്നപ്പോൾ ശത്രുക്കളെ വകഞ്ഞു മാറ്റി അയാൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അയാൾക്കും ചില മുറിവുകളൊക്കെ ഏൽക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരന്റെ യുദ്ധവീര്യം കണ്ട ഒരു സഹാബി നബിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് റഅയ്ത അർ-റജുല അല്ലദീ തഹദ്ദസ്ത അന്നഹു മിൻ അഹ്ലിന്നാർ. റസൂലേ, താങ്കൾക്ക് വല്ല തെറ്റും സംഭവിച്ചതാണോ? ഈ പോരാടിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് തന്നെയാണോ താങ്കൾ നരകാവകാശിയാണ് എന്ന് പറഞ്ഞത്? എന്തൊരു യുദ്ധമാണ് അയാൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂൽ പറയുകയാണ്, അതെ, ഇന്നഹു മിൻ അഹ്ലിന്നാർ, ആ ചെറുപ്പക്കാരൻ നരകാവകാശിയാണ് എന്ന് റസൂൽ പറയുന്നു. റസൂലിന് തെറ്റിയതാകുമോ എന്ന് വീണ്ടും സഹാബികൾ സംശയിക്കുന്നു. അവർ ആ ചെറുപ്പക്കാരനെ നിരീക്ഷിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഏറ്റ മുറിവുകളിൽ നിന്നുള്ള വേദന സഹിക്കാൻ വയ്യാതെ അയാൾ ഉറയിൽ നിന്നൊരു അമ്പെടുത്ത് നിലത്ത് കുത്തി നിർത്തി നെഞ്ചമർത്തി ആത്മഹത്യ ചെയ്തു. ആളുകൾ ഓടി വന്ന് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സദ്ദഖല്ലാഹു ഹദീസക്, അല്ലാഹു താങ്കളുടെ സംസാരത്തെ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഖദ് ഇൻതഹറ ഫുലാൻ ഫഖതല നഫ്സഹു, അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നല്ലോ റസൂലേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ നബിയുടെ മുന്നിലേക്ക് ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവച്ചു. നബി ഉച്ചത്തിൽ പറഞ്ഞു, അല്ലാഹു അക്ബർ, അശ്ഹദു അന്നി അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹു ആകുന്നു വലിയവൻ. പിന്നീട് തന്റെ അടുത്ത് നിന്ന് ബിലാലിനോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നീ ഇത് ആളുകൾ കേൾക്കെ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയണം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യമാക്കിയവനെ മുഅ്മിന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ദീനിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ സേവനമാണ് തന്റെ ജീവൻ നൽകുക എന്ന് പറയുന്നത്. തന്റെ ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിച്ചിട്ടും ആ ചെറുപ്പക്കാരനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അവൻ നരകാവകാശിയാണ് എന്നാണ്. എന്തായിരിക്കും കാരണമെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. റസൂൽ ആ ചെറുപ്പക്കാരനെ നേരത്തെ മുതൽ നിരീക്ഷിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ഉള്ളിലിരിപ്പ് അള്ളാഹുവിന്റെ പൊരുത്തമായിരുന്നില്ല. അവനൊരു വലിയ വില്ലാതി വീരനാണെന്ന് ആളുകൾ അറിയണം. എങ്ങനെയാണ് ഞാൻ ശത്രുക്കളെ വകഞ്ഞു മാറ്റുന്നതെന്ന്, എങ്ങനെയാണ് എന്റെ പോരാട്ട വീര്യമെന്ന് ആളുകൾ അറിയണം. ഇതായിരുന്നു ആ മനുഷ്യന്റെ ഉള്ളിലെ വിചാരം.
ഇത് കണ്ടിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നഹു മിൻ അഹ്ലിൻ നാർ, അവൻ നരകാവകാശിയാണ് ചെയ്യുന്നത്. വീണ്ടും റസൂൽ ബിലാലിനോട് പറയുന്നത്, നീ വിളിച്ചു പറയണം, ഇന്നല്ലാഹ ലാ യുഅയ്യിദു ഹാദൽ ദീന ബിർറജുലിൽ ഫാജിർ, അല്ലാഹു ഈ ദീനിനെ ഒരു തമ്മാടിയെ കൊണ്ട് സഹായിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളെ വകഞ്ഞു വരുത്തി എന്നത് അല്ല പ്രശ്നം. തമ്മാടികളെ കൊണ്ടും അള്ളാഹു ഈ ദീനിനെ സഹായിക്കും. മറിച്ച് അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നതാണ് പ്രശ്നം. ആളുകളുടെ നിയ്യത്തുകൾ പലതായിരിക്കാം. അതേസമയം ദീനിന് അവരെ കൊണ്ട് ചില സഹായങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം. ഒരു ഉദാഹരണം പറയാം. നല്ലൊരു പ്രഭാഷകനാണ്. ആയിരങ്ങൾ അയാളുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് സന്മാർഗം കിട്ടിയ ആളുകളാണ്. എത്രയോ ആളുകൾ അയാളുടെ വാക്കുകൾ കേട്ടിട്ട് ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിച്ചവരാണ്. പക്ഷെ ആ പ്രസംഗകന്റെ ഒറ്റ നിയ്യത്തേ ഉള്ളൂ, അത് ആളുകളുടെ മുന്നിൽ പേരിടണം. നാല് ആളുകൾ അയാളെക്കുറിച്ച്, അയാളുടെ പ്രഭാഷണ ചാതുരിയെ കുറിച്ച് വാഴ്ത്തണം. അല്ലാഹു പറയുന്നത് അവന് സ്വർഗം കിട്ടില്ല, പക്ഷെ അവൻ മുഖേന ഒരു പക്ഷെ ഒരുപാട് ആളുകൾക്ക് സ്വർഗം കിട്ടിയെന്ന് വരാം എന്നാണ്. ഇന്നല്ലാഹ ലാ യുഅയ്യിദു ഹാദൽ ദീന ബിർറജുലിൽ ഫാജിർ, ഒരു തമ്മാടിയെ കൊണ്ട് അള്ളാഹു ദീനിനെ സഹായിച്ചു എന്ന് വരാമെന്നാണ് റബ്ബ് പറയുന്നത്. നമ്മുടെ 2-3 ഖുതുബകളിലായിട്ട് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ചില ദുശ്ശീലങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ അപകടകരമായ ഒരു ദുശ്ശീലമാണ് റിയാ എന്ന് പറയുന്നത്. എന്താണ് ഈ റിയാ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമ്മൾ പറയും പ്രകടനപരത. ഒന്നുമില്ല, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അവൻ നിസ്കരിച്ചാലും നോമ്പെടുത്താലും അതിന്റെ പിന്നിൽ ആളുകൾ അവനെ കുറിച്ച് നല്ല നിസ്കാരക്കാരനാണ് കണ്ടോ, ആ ചെറുപ്പക്കാരന്റെ തഖ്വ കണ്ടോ, അവന്റെ പ്രഭാഷണത്തിന്റെ ചാതുരി കണ്ടോ, ആളുകൾ അവനെ കുറിച്ച് പറയണം, സുംഅത്ത് ഉണ്ടാവണം. ഇത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. വിശുദ്ധ ഖുർആൻ 2 തരത്തിലുള്ള റിയാഇനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് റബ്ബിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ സംഭവിക്കുന്ന റിയാ ആണ്. തർക്കുൽ ഇഖ്ലാസ് ഫിൽ അമലി ബിമുറാഅത്തി ഗൈരില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രമായി നാം ചെയ്യേണ്ട കാര്യം അതിൽ റബ്ബിനെ കൂടാതെ മറ്റൊരാളെ കൂടി പരിഗണിക്കുക എന്നാണ് പറഞ്ഞത്. ഇമാം ഗസാലി വളരെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് റബ്ബിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്, പക്ഷെ അവൻ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ അവനെ കുറിച്ച് നല്ലത് പറയണം എന്നതാണ്. തലബുൽ മൻസിലത്തി ഫീ ഖുലൂബിൻ നാസി ബിആറാഇഹിം ഖിസാലൽ ഖൈർ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നവർ എന്നാണ് ഇമാം ഗസാലി അവരെ കുറിച്ച് വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് റിയാഇനോട് ചേർത്ത് പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്ന് നമസ്കാരം. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് സർവനാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെ കുറിച്ച് അജ്ഞരാണ്, അശ്രദ്ധരാണ്. അല്ലദീന ഹും യുറാഊൻ, അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവർ നാശമുള്ളവരാണ്, അവർക്കാണ് നരകത്തിന്റെ അടിത്തട്ടെന്ന് പറഞ്ഞിട്ട് പറയാൻ. എന്താ നമസ്കാരം പാഴാകാൻ കാരണം? അല്ലദീന ഹും യുറാഊൻ, അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ്. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, അവർ അശ്രദ്ധയോടുകൂടിയാണ് നമസ്കാരത്തെ സമീപിക്കുക. യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത്, അള്ളാഹിനെ കുറിച്ച് ഓർമ്മയൊന്നുമില്ല എന്നതാണ്. അല്ലാത്ത പേടി തോന്നുന്നുണ്ടെന്നൊരു കാര്യമാണ്.
നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളിലും ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടെ ആരുമില്ലെങ്കിൽ നമസ്കാരവുമില്ല, നിസ്കാരത്തിന് ശ്രദ്ധയുമില്ല. അതേസമയം നാലാളുകൾ കൂടുന്നിടത്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ അവന്റെ ഭക്തി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അവന്റെ സുജൂദും റുക്കൂഉം പാരായണത്തിന്റെ മികവും അവന്റെ ഭക്തിയുടെ രൂപവും നമ്മൾ അതിശയിച്ചു പോകും എന്നാണ്. അതാലോചിച്ച് നോക്ക്, പലപ്പോഴും ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭക്തി, ആ ശ്രദ്ധ വീട്ടിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുമോ? ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ നമ്മുടെ നമസ്കാരം അലസമായി പോകുന്നുണ്ട്. വേഗത്തിൽ കാട്ടിക്കൂട്ടിയിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകുന്നു. അതേസമയം പള്ളിയിൽ വരുമ്പോൾ നാലാളെന്ന് കാണുന്നു കണ്ട നമസ്കാരത്തിന്റെ കോലവും ചെയ്തൊന്ന് മാറാനാണ്. നമ്മുടെ നമസ്കാരത്തിന്റെ രൂപഭാവങ്ങൾ കണ്ടിട്ട് ആളുകൾക്ക് തോന്നുന്നു എന്തോ ഒരു ഭക്തിയുള്ള ചെറുപ്പക്കാരനാണ് അവൻ. അല്ലാഹു പറയുന്നു ഇത് വലിയ അപകടകരമായ സംഗതിയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട കാര്യം മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ എന്നെ കൂടാതെ അവനെ കൂടി നിങ്ങൾ പങ്കു ചേർക്കുന്നു. അവന്റെ തൃപ്തിയും അവന്റെ പുകഴ്ത്തലും അതും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനാണ് റിയ എന്ന് പറയുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ ഉദാഹരണം ദാനധർമ്മങ്ങളെ കുറിച്ച് പറയുന്നിടത്താണ് റിയ എന്ന് പ്രയോഗിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിയാ അന്നാസ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ദാനധർമ്മം ചെയ്യുന്നവരെ പോലെ നിങ്ങൾ ദാനധർമ്മം ചെയ്യരുത്. അത് നിങ്ങളുടെ സദഖകളെ ബാത്തിലാക്കി കളയുമെന്നാണ് അല്ലാഹു പറയുന്നത്. വലിയ നോട്ടീസ് അടിച്ച് പേര് വെച്ച് താനൊരു ധർമ്മിഷ്ഠനാണ് എന്ന് പറഞ്ഞ് ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നവർ, യഥാർത്ഥത്തിൽ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൊണ്ടുകൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ അതൊക്കെ ഒഴിവാക്കി നാലാൾ കാണുക വലിയ വിളംബരത്തിൽ ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്താ പറയുന്നു? ഇത് റിയാ ആണ്. ഇമാം ഗസാലി റിയായിനെ ഇങ്ങനെ വിശദീകരിക്കുന്നിടത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും അതൊക്കെ നമ്മളിലും ഉണ്ടോ എന്ന്. അദ്ദേഹം പറയുന്നത് ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ ശ്രദ്ധ കുറയുന്നു, ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നു. സാധാരണ നടക്കുമ്പോ തോന്നിയ പോലെ നടക്കുന്നു, ആളുകളൊക്കെ കാണുമ്പോൾ വളരെ കൃത്രിമമായി വിലയം നടിച്ചു നടക്കുന്നു. ആളുകൾക്ക് തന്നോടൊരു ബഹുമാനം കൂടാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതുമ്പോ പാരായണം ചെയ്യുമ്പോ അതിന്റെ സ്വരവ്യത്യാസത്തിൽ, ഭാവഭാവങ്ങളിൽ, ശബ്ദവിന്യാസത്തിൽ കൃത്രിമത്വം കാണിക്കുന്നു. ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം, അവരെന്നെ കുറിച്ച് ഇയാള് കൊള്ളാം, ചെറിയ പ്രായമാണ്, എന്നാൽ എന്തൊരു രസം ഉണ്ടായാണ് സംസാരത്തിന്. ഇങ്ങനെയാണോ നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാകുന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു മുന്നിൽ വെച്ച് ചെറുപ്പക്കാരൻ ഇങ്ങനെ കുഴിക്കൂടി നടക്കുന്നുണ്ടപ്പോ അദ്ദേഹം ഒരു വടിയെടുത്ത് പുറത്തടിച്ചിട്ട് പറയുന്നു, ഇതല്ല അള്ളാഹുവിന്റെ ആവശ്യം, നീ ഇങ്ങനെ വിനയം കാണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വടിയെടുത്ത് പുറത്തടിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ തന്റെ കർമ്മങ്ങൾ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെ ശിർക്ക് എന്ന് വിശേഷിപ്പിച്ചത്. ശദ്ദാദ് ഇബ്നു ഔസ് എന്ന് പറയുന്ന സഹാബി പറയാ, റസൂൽ പറഞ്ഞു, അതഖവഫു അലാ ഉമ്മത്തി അശ്ശിർക്ക് വശഹ്വൽ ഖഫിയ്യ. ഈ ഉമ്മത്ത് മുസ്ലിമയിൽ ശിർക്ക് സംഭവിക്കും, വശഹ്വൽ ഖഫിയ്യ, രഹസ്യമായി അവർ കാമനകൾ കൊണ്ടു നടക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. റസൂലിനോട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അതുശ്രികു ഉമ്മത്തുക മിൻ ബഅദിക. അല്ല റസൂലെ, താങ്കൾക്ക് ശേഷം മുസ്ലിം ഉമ്മത്ത് ശിർക്ക് ചെയ്യുമോ? റസൂലിന്റെ മറുപടി, ഖാല നഅം, തീർച്ചയായിട്ടും മനുഷ്യന്മാർ ശിർക്ക് ചെയ്യും. അമാ ഇന്നഹും ലാ യഅബുദൂന ശംസൻ വലാ ഖമറൻ വലാ ഹജറൻ വലാ വസനൻ. അവര് കല്ലിനെയോ ബിംബത്തെയോ സൂര്യനെയോ ചന്ദ്രനെയോ ആരാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ശിർക്ക് എന്ന് പറയുന്നത് വലാകിൻ യുറാഊന അന്നാസ ബിഅഅമാലിഹിം,
ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കർമ്മങ്ങൾ ചെയ്യും. ഇതാണ് ഞാൻ അവരുടെ ഭയപ്പെടുന്ന ശിർക്ക് എന്ന് പഠിപ്പിക്കുന്നത്. പലപ്പോഴും മനുഷ്യന്മാർ വീണു പോകാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി നിരന്തരമായി ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നിരന്തരമായി ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു എപ്പോഴും പറയും, നിങ്ങൾ എനിക്ക് ഇബാദത്തുകൾ എടുക്കുമ്പോ എനിക്ക് വേണ്ടി മാത്രം, മുഖലിസീൻ, എനിക്ക് വേണ്ടി മാത്രം എടുക്കണം. എന്റെ നമസ്കാരത്തിന്റെ ഉദ്ദേശം റബ്ബല്ലാതെ മറ്റൊരാളുമാകാൻ പാടില്ല. എന്റെ നോമ്പിന്റെ ഉദ്ദേശം റബ്ബേ നീയല്ലാതെ മറ്റൊരാളുമാകാൻ പാടില്ല. ഞാൻ കൊടുക്കുന്ന സദഖകൾ, അതിന്റെ ധർമ്മം അള്ളാഹുവെ നിന്നെ തൃപ്തി മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണമെന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി മാത്രമാണെന്ന് ഉറപ്പുവരുത്തുക എന്നാണ്. റസൂലുള്ളാഹി ഇത് ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഹിജറയുടെ വേളയാണ്. ഹിജറ എന്ന് പറയുന്നത് ചരിത്രത്തിലെ വളരെ അപൂർവമായ ഒരു സംഭവമാണല്ലോ. മക്കയിലെ മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളുടെ അവർ നിരത്തിക്കുന്ന നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കുന്നതാണ് മദീന എന്ന് പറയുന്നത്. അങ്ങനെ മദീനയിലേക്ക് ആളുകൾ ഹിജറ പോകുന്നുണ്ട് കൂട്ടത്തോടെ. ഹിജറ പോകുമ്പോ അവരിൽ ഒരാൾ പോലും തങ്ങളുടെ കയ്യിലെ സ്വത്തുക്കൾ എടുക്കാൻ ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല. കയ്യും വീശിയിട്ടാണ് അവർ ഹിജറക്ക് പോകുന്നത്. നമ്മളിൽ ഒരാൾ പുറത്തു നിന്ന് ആ പോകുന്ന ഹിജറ പോകുന്ന സഹാബികളുടെ ഈമാനിന്റെ മാർക്കിടാൻ തീരുമാനിച്ചാൽ 100-ൽ 101 മാർക്ക് നമ്മൾ കൊടുക്കും. അത്രയും ഇഖ്ലാസോടുകൂടിയാണ് അവർ പോകുന്നത്. മറ്റൊരു ഉദ്ദേശവും അവർക്ക് പിന്നിലില്ല. സ്വന്തം ജന്മനാട് കൈവിട്ട് തന്റെ സ്വത്തുക്കൾ മുഴുവൻ ഉപേക്ഷിച്ച് ഒരു പുതിയ നാട്ടിലേക്ക് വേര് പറിച്ചു നടുന്ന വേദനയാണ് ഹിജറ എന്ന് പറയുന്നത്. എന്നിട്ട് റസൂൽ അവരോട് പറയുന്നുണ്ട്, സഹാബികളോട് പറയുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നിങ്ങളുടെ നിയ്യത്തനുസരിച്ച് സ്വീകരിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നിങ്ങളുടെ നിയ്യത്തനുസരിച്ച് സ്വീകരിക്കുകയുള്ളൂ. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എന്താണോ ഒരുത്തൻ അടിസ്ഥാനപരമായി നിയ്യത്താക്കിയത് അത് മാത്രമേ കിട്ടൂ. എന്നിട്ട് റസൂൽ പറയാൻ, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഉദ്ദേശിച്ചാണ് ഹിജ്റ ചെയ്തതെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ അല്ലാഹുവും റസൂലിനും വേണ്ടിയായിരിക്കും. ഒരു സംശയം വേണ്ട. അതല്ല ഇപ്പോൾ നിങ്ങൾ ഈ നാട് വിട്ടു പോകുന്നതിന് പിന്നിൽ, കയ്യും വീശി എന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചതിന്റെ പിന്നിൽ മറ്റവല്ലതും നിങ്ങൾക്കുണ്ടോ? മറ്റവല്ല നിയ്യത്തും നിങ്ങൾക്കുണ്ടോ? റസൂൽ പറയാൻ, വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസിബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മദീനയിൽ ചെന്നാൽ കച്ചവടം ഒന്ന് പുഷ്ടിപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങൾ നിനക്കിതിന്റെ പിന്നിലുണ്ടോ എങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, വളരെ ഗൗരവത്തിൽ വേണം നിങ്ങൾ കാര്യങ്ങളെ പഠിക്കാൻ. ഇന്നമാ യുബഅസുൻ നാസു അലാ നിയ്യാതിഹിം, പരലോകത്ത് മനുഷ്യന്മാർ വരുമ്പോ നിങ്ങൾ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി, എന്തൊക്കെ ദാനധർമ്മം ചെയ്തു, എന്തൊക്കെ നമസ്കാരം നിർവഹിച്ചു, എത്ര ഭക്തിയോടുകൂടി, എത്ര തഖ്വയോടുകൂടി നടന്നു, ഇതിന്റെ പിന്നിൽ ഉദ്ദേശം ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ, അള്ളാഹുവിനും. നാളെ പരലോകത്ത് വരുമ്പോ ഉണ്ടല്ലോ, ഇന്നമാ യുബഅസുൻ നാസു അലാ നിയ്യാതിഹിം, മനുഷ്യൻ എന്താണോ കരുതിയത് അതിന്റെ പേരിൽ മാത്രമേ നാളെ പരലോകത്തവൻ വിചാരണക്ക് വരികയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് എത്രയും ഗൗരവത്തിൽ ഇത് പഠിപ്പിക്കുന്നത് അറിയോ? കാരണം ഇത് ശിർക്കാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എന്താ ശിർക്കാകുന്നത്? അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു കാര്യം മറ്റൊരാളെ പങ്കുചേർത്തതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചപ്പോൾ, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഞാൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ കുറച്ച് ആളുകൾ വരുമ്പോ ഞാൻ വിചാരിക്കേണ്ടത് നമസ്കാരം ഒന്ന് മൊഞ്ചാക്കി കളയാം, കുറച്ചും കൂടെ ഒരു ഭക്തിയൊക്കെ കാണിച്ച് കൈയൊക്കെ കെട്ടുന്നത് വളരെ വൃത്തിയായി കെട്ടി എന്റെ റുക്കോയിലും സുജൂദിലും ഒരു തഖ്വ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ നമസ്കരിക്കുന്നുവെങ്കിൽ അള്ളാഹ് പറയണ്ടത്, നീ ശരിക്കും കൈ കെട്ടിയപ്പോ എനിക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയത്, പക്ഷെ ഇപ്പൊ ആർക്കും വേണ്ടി വലിയ കെട്ടുന്നത്.
ഇപ്പൊ നീ കൈകിട്ടിയതിന്റെ പിന്നിൽ ഈ വരുന്ന ആളുകളുടെ പ്രീതി, അവർ നിന്നെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം അതുകൂടി ചേർത്ത് വെച്ചിരിക്കുന്നു. അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി മാത്രമായി നമ്മൾ വിട്ടുകൊടുക്കേണ്ടുന്ന ഒരു കാര്യത്തിന്, അള്ളാഹുവിന് വേണ്ടി മാത്രമായി നമ്മൾ നൽകേണ്ടുന്ന ഒരു കാര്യത്തിൽ മറ്റൊരാളെ ചേർക്കുന്നതിനെ ശിർക്ക് എന്ന് പറയുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ സ്വല്ല യുറായി ഫഖദ് അശ്റക്. ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. വമൻ സ്വ യുറായി ഫഖദ് അശ്റക്. ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നോമ്പെടുക്കുന്നുവെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു. വമൻ തസദ്ദഖ യുറായി ഫഖദ് അശ്റക്. ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മം ചെയ്താൽ അത് ശിർക്കാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്രേ പരലോകത്ത് ഒരു എനിക്കൊരുത്തിന്റെയും പങ്ക് വേണ്ട, ഒരുത്തിന്റെയും ഓശാരം എനിക്ക് വേണ്ട. നിങ്ങൾ എന്റെ കൂടെ പങ്കു ചേർത്ത ആളുകളുണ്ടല്ലോ, ആളുകളുടെ പ്രീതി കിട്ടണമെന്ന് വിചാരിച്ച് അവരുടെ ഒരു നല്ല വാർത്ത കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്ത ആളുകളുണ്ട്, അവരൊന്നും എനിക്ക് വേണ്ട. മൻ ആമില അമലൻ അശ്റക ഫീഹി മഅഇ ഗൈരി തറക്തുഹു വശിർകഹു. ഒരു കാര്യം ചെയ്യുക, ആ ശിർക്കും അവന്റെ കർമ്മവും എനിക്ക് വേണ്ടതില്ല എന്ന് അള്ളാഹു പറയും. എന്നിട്ട് അള്ളാഹു പറയുന്ന വാചകം, ഇദാ ജുസിയ അന്നാസു ബിഅഅമാലിഹിം ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാ. ഈ നിസ്കാരത്തിന്റെ നോമ്പിന്റെ ഒക്കെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പരലോകത്ത് വരുന്നത്? സദഖയുടെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പരലോകത്ത് വരുന്നത്? അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എന്റെ കൂടെ വേറെ ചിലരുടെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലേ, നിങ്ങൾ ഇദ്ഹബൂ അവരിലേക്ക് പോകൂ, ഫഹൽ തജിദൂന ഇൻദഹും ജസാ. അവരുടെ അടുത്ത് എന്തെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ, എന്റെ അടുത്തൊന്നും കിട്ടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അള്ളാഹു പറയുന്ന റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണമായും റബ്ബിന്റെ മാത്രം തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നോമ്പെടുക്കുന്നു, നിസ്കരിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ റബ്ബിന്റെ തൃപ്തിയല്ലാത്ത, അള്ളാഹുവിന്റെ വജ്ഹല്ലാത്ത മറ്റെന്തെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി പറയാൻ, അന്ത്യനാളിൽ അള്ളാഹു ഏറ്റവും ആദ്യം വിചാരണക്കെടുക്കുന്നത് മൂന്നാളുകളെയാണ്. ഇന്ന അവ്വലൻ നാസി യുഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി. മൂന്ന് പേരെ കുറിച്ച് പറയാണ്. ഒന്നാമത്തെ ആള് റജുലുൻ ഉസ്തുശ്ഹിദ്, ഷഹീദായ ഒരു മനുഷ്യനാണ്. ഫൗതിയ ബിഹി, അങ്ങനെ ആ ഷഹീദിനെ അള്ളാഹു ഒരു വിചാരണക്ക് കൊണ്ടുവരും. അള്ളാഹുവിനോട് ചോദിക്കും, ഫമാ അമിൽത ഫീഹാ, നീ എന്താ ഈ ചെയ്തത് ദീനിന് വേണ്ടി? എന്താണ് നിന്റെ ജീവിതം കൊണ്ട് ഈ ദീനിനെ നീ ചെയ്തത്? അവൾ പറയും, യാ അല്ലാഹ് ഖാതൽതു ഫീക ഹത്താ ഇസ്തശ്ഹദ്, ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, അങ്ങനെ ഷഹീദായി കഴിഞ്ഞിരിക്കുന്നു. ഉടനെ അള്ളാഹ് പറയുന്നു, നുണയാണ് ഈ പറയുന്നത്, ശുദ്ധ നുണ. വലാകിന്നക ഖാതൽത ലിയൻ യുഖാല അന്നക ജരി, നീ ഭയങ്കര ധൈര്യവാനാണെന്ന് ആളുകൾ കാണണം, ആളുകൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് നീ പടച്ചത്, അതിനു വേണ്ടിയിട്ടാണ് നീ പടക്കിറങ്ങിയത്, അതിനു വേണ്ടിയിട്ടാണ് നീ പോരാടിയത്. ഫഖദ് ഖീല, അത് ആളുകൾ നാട്ടി വെച്ചാണ് പറഞ്ഞിരിക്കുന്നു. ഇന്ന സാഹിബല്ലേ ദൂരെ പോകൂ, അയാള്, അതൊക്കെ ആളുകൾ നാട്ടി വെച്ചിന് പറഞ്ഞിരിക്കുന്നു. അഥവാ നീ ആഗ്രഹിച്ചതിന്റെ പ്രതിഫലവും ഒക്കെ അവിടെ വെച്ചിന് കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവനെ നരകത്തിലേക്ക് കൊണ്ടിടുന്നു. രണ്ടാമത്തെ ആള് നല്ല അറിവുണ്ടായിരുന്ന ഇൽമുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവരും, ഒരു പണ്ഡിതനെ കൊണ്ടുവരും. ഖുർആൻ, ആളുകൾക്ക് മനോഹരമായ ഖുർആൻ ഓതിക്കൊടുത്ത, ഖുർആൻ പഠിപ്പിച്ചിരുന്ന ഒരു ഉസ്താദിനെ കൊണ്ടുവരും. അവനെ കൊണ്ടുവരുമ്പോ അള്ളാഹ് ചോദിക്കും, ഫമാ അമിൽത ഫീഹാ, നീ എന്താ ഭൂമിയിൽ ചെയ്തത്? അവൾ വലിയ ധൈര്യത്തിൽ പറയും അള്ളാഹിനോട്, പടച്ചതമ്പുരാനെ, തഅല്ലംതുൽ ഇൽം, ഞാൻ ഒരുപാട് അറിവ് നേടി. ഞാൻ നേടിയത് മാത്രമല്ല, വഅല്ലംതുഹു, ഞാൻ ജനങ്ങൾക്ക് ആ അറിവ് പകർന്നു കൊടുത്തു. വഖറഅതു ഫീകൽ ഖുർആൻ, നിന്റെ കലാം, വിശുദ്ധ ഖുർആൻ ഞാൻ അവർക്ക് വളരെ ഭംഗിയായി ഓതിക്കൊടുത്തു, അത് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹ് പറയാണ്, നുണയാണ് നീ പറയുന്നത്, ശുദ്ധ നുണ. വലാകിന്നക തഅല്ലംതൽ ഇൽമ ലിയുഖാൽ വഖറഅതൽ ഖുർആന ലിയുഖാൽ അന്നക ആലിം അന്നക ഖാരി, നീ വലിയ പണ്ഡിതനാണെന്ന് ആളുകൾക്ക് ധരിക്കണം. നിന്റെ ഖിറാഅത്തിനെ കുറിച്ച്, നിന്റെ തിലാവത്തിന്റെ മനോഹാരിതയെ കുറിച്ച് ആളുകൾ സംസാരിക്കണം. ഇതായിരുന്നില്ല ഇതിന്റെ ഉദ്ദേശം. വഖദ് ഖീൽ, അതൊക്കെ ഭൂമിയിൽ വെച്ചിന് കിട്ടിയിട്ടുണ്ട്.
നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആളുകൾ നിന്നെ കുറിച്ച് നിന്റെ പാണ്ഡിത്യത്തെ വാഴ്ത്തുകയും പുകഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിന്റെ ഖിറാഅത്തിനെ കുറിച്ച് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വെറുതെ നുണ പറയേണ്ടതില്ല. അവനെയും അവന്റെ മുഖം മണ്ണിലേക്ക് ആഴ്ത്തി നരകത്തിലേക്ക് വലിച്ചെറിയുന്നു കൽപ്പിക്കും. മൂന്നാമത്തേത് അള്ളാഹു പറയുന്നു, റസൂലുള്ളാഹി പറയുന്നു, വസ്സഅല്ലാഹു അലൈഹി, ഒരുപാട് സമ്പത്തുള്ള ഒരു മനുഷ്യൻ അവനെ കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, ഫമാ അമിൽത ഫീഹ, നീ എന്താ ചെയ്തത്? അയാൾ പറയും, മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫിഖ അലൈഹ ഇല്ലാ അൻഫഖ്തു ഫീഹ ലക്. പടച്ചതമ്പുരാനെ, നിന്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യാൻ കിട്ടിയ ഒരു അവസരവും ഞാൻ പാഴാക്കിയിട്ടില്ല. ഞാൻ കണ്ട എല്ലാ നല്ല മാർഗങ്ങളിലും സമ്പത്ത് ചെലവഴിച്ച് ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയും, നീ നുണയാണ് പറയുന്നത്, ശുദ്ധ നുണ. ഇയാള് ഭയങ്കര ഔദാര്യവാനാണെന്ന് പറയാൻ, ധർമ്മിഷ്ഠനാണ്. ഇന്ന് ഹാജിയാരുണ്ടല്ലോ, എന്താ ധർമ്മം. അവിടെ വീട്ടിൽ ചെന്നാ മതി, അല്ലെങ്കിൽ ആരെടുത്ത് ചെന്നാ മതി, എന്താവശ്യം പരിഹരിക്കും. അത് നാലാൾ കേൾക്കണം, അത് പരസ്യപ്പെടുത്തണം. ആളുകൾ നിന്നെ കുറിച്ച് ധർമ്മിഷ്ഠനാണ്, നീ ഭയങ്കര ഔദാര്യവാനാണെന്ന് കേൾക്കണം. അതല്ലേ നീ ഉദ്ദേശിച്ചത്? നുണയാണ് നീ പറയുന്നത്. നീ എന്നെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, എന്റെ തൃപ്തിയെ നീ ആഗ്രഹിച്ചിട്ടില്ല. അതൊക്കെ നാട്ടിൽ വെച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ നരകത്തിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ റിയാ, അഥവാ അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട കാര്യത്തിന് ജനങ്ങളുടെ മുന്നിൽ മുത്തഖിയാണെന്ന് വരുത്തി തീർക്കാൻ, ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന റിയാ. രണ്ടാമത്തെ റിയാവിനെ കുറിച്ച് കൂടി ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ റിയാവിനോട് ചേർത്ത് പറഞ്ഞ രണ്ട് പദങ്ങൾ, ഒന്ന് നിഫാഖാണ്, മുനാഫിഖ്, അത് നേരത്തെ പറഞ്ഞതാണ്. രണ്ടാമത് വിശുദ്ധ ഖുർആൻ പറയുന്ന പദം വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്തറൻ വരിയഅൻ നാസ്, പൊങ്ങച്ചം കാണിക്കുക എന്നുള്ളത്. അള്ളാഹുവിനോടുള്ള വിഷയത്തിൽ അല്ല, മനുഷ്യന്മാർ അവർക്കിടയിൽ പൊങ്ങച്ചം കാണിക്കുക, അതിനെ റിയാ എന്നാണ് റബ്ബ് വിശേഷിപ്പിച്ചത്. വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്തറൻ വരിയഅൻ നാസ്, ആളുകളുടെ മുന്നിൽ പെരുമ നടിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തവനാണ് നീ. നീയും റിയാവിന്റെ ഭാഗത്തുപെട്ടവനാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ വാഗ്ദാനം നമുക്ക് മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ വയസ്സാകും തോറും അവരിൽ ചെറുപ്പം വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദുനിയാവിനോടുള്ള പ്രേമവും അതിനെ തുടർന്നുണ്ടാകുന്ന പൊങ്ങച്ചവുമാണ്. മനുഷ്യന് അവൻ വളരും തോറും അവന്റെ പൊങ്ങച്ചം വളർന്നുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ പുതിയ കാലത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പൊങ്ങച്ചം. നമ്മൾ നല്ല പേരിട്ടൊക്കെ അതിന് പറയാം, എക്സിബിഷനിസം എന്നാ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പലരും സ്വന്തത്തെ കുറിച്ച് സ്വയം പറയാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. സ്വയം പറയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കയറാൻ പറ്റൂല. ഭാര്യയും ഭർത്താവും കൂടെ നിന്നിട്ട് എടുക്കുന്ന റീല് അത് കണ്ടാൽ ഇത്രയും വലിയ മാതൃകാ ദമ്പതികൾ ലോകത്ത് വേറൊന്നുമില്ല നമ്മൾ വിചാരിക്കും. പക്ഷെ ഉള്ളിൽ നടക്കുന്ന തല്ലി നമുക്ക് പുറത്ത് കാണാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആളുകൾ സ്വയം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സ്വയം പ്രദർശന വസ്തുവാക്കുന്ന സ്വന്തത്തെ കുറിച്ച് നമ്മൾ പറയില്ല, സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, സ്വയം പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ. എല്ലാറ്റിനും പിന്നിൽ അതാണ്. മനുഷ്യന്മാർ അവരുടെ കർമ്മങ്ങൾ നിങ്ങൾ ആലോചിച്ചു, വീട് വെക്കുന്നിടത്ത്, മക്കളെ വിവാഹം നടത്തുന്നിടത്ത്, ഇതിലെല്ലായിടത്തും എന്റെ ആവശ്യം എന്താണ്, എന്റെ കഴിവെന്താണ്, എന്റെ സാധ്യത എന്താണ്, ഇതൊന്നും അല്ല ആദ്യം മാർഗം. എനിക്ക് മറ്റവനേക്കാൾ മികച്ച വീട് വെക്കണം, ഞാൻ വാഹിക്കുന്ന വാഹനം എന്റെ സുഹൃത്തിനേക്കാൾ, എന്റെ സഹപാഠിയേക്കാൾ, സഹപ്രവർത്തകനേക്കാൾ മികച്ച വാഹനം വാങ്ങിക്കണം, എന്റെ വീട് അവനേക്കാൾ മികച്ചതാകണം. എന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, അവർക്ക് പറ്റുന്ന വീടാണോ? അതല്ല എന്റെ പ്രശ്നം. എനിക്ക് ആളുകളെ കണ്ടിട്ട് പറയണം, ആ അഷ്റഫ് സാഹിബിന്റെ വീട് കണ്ടോ, എന്തൊരു വീടാത്, ഇങ്ങനെ ആയിരിക്കണം വീട് എന്ന് ആളുകൾ പറയണം. അയാളുടെ വാഹനം കണ്ടോ, എന്തോ ഒരു സുഖമുള്ള വാഹനമാണ്. എന്റെ ആവശ്യം എന്താണ്, എന്റെ സാധ്യത എന്താണ്, ഇതൊന്നും ആർക്കും ആലോചിക്കൊന്നും വേണ്ട. പല മനുഷ്യന്മാരും അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത് തന്നെ മറ്റുള്ളവനാ എന്നെ കുറിച്ച് എന്തു പറയണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാൽ അങ്ങനെയാണ്. ഒരു വിശ്വാസിക്ക് അത് അനുഭവമാണോ?
വിശ്വാസിക്ക് ചെയ്യാൻ പാടുള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവരുമ്പോ നിന്റെ അയൽവാസിക്ക് അത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത് മറച്ചു വെച്ച് കൊണ്ടുവേണം വീട്ടിലേക്ക് കൊണ്ടുവരാൻ. അയൽവാസിക്ക് കൂടി കൊടുക്കാനില്ല എങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പഴങ്ങൾ നിങ്ങൾ അത് മറച്ചു വെച്ച് വേണം വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്ന് പഠിപ്പിച്ചതാണ് റസൂലുള്ളാഹി നമ്മളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വീടിൽ ശാപം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയൂ? നിന്റെ വീടിന്റെ വലിപ്പം കണ്ടിട്ട് നിന്റെ അയൽവാസിയുടെ തണല് നഷ്ടപ്പെട്ടാൽ, നിന്റെ വീടിന്റെ വലിപ്പം കൊണ്ട് അയൽവാസിയുടെ വെളിച്ചം തടയപ്പെട്ടാൽ നിന്റെ വീട്ടിൽ ശാപം നിറയുന്ന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ആർഭാടങ്ങളുടെ പറയുന്നത്, ഈ പൊങ്ങച്ചത്തിന്റെ അതിനോട് ചേർന്ന് വരുന്നതാണ് ആർഭാടങ്ങൾ എന്ന് പറയുന്നത്. ആളുകൾ എന്റെ ആ കല്യാണം കണ്ടിട്ട് ആളുകൾ കൈയടിക്കണം. എന്റെ മകളുടെ വിവാഹത്തിന് അല്ലെങ്കിൽ മകന്റെ വിവാഹത്തിന് ഞാൻ ഒരുക്കിയ വിഭവസമൃദ്ധമായ ആഹാരം കണ്ടിട്ട് ആളുകൾക്ക് പറയണം, ഇത് ഭയങ്കര സംഭവട്ടോ. വരുന്നവർക്ക് മാന്യമായ ഭക്ഷണം കൊടുക്കണമെന്നോ മാന്യമായ വീടുണ്ടാകണമെന്നോ ഒന്നുമല്ല. ഇതൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അതേസമയം ആളുകളെ കാണിക്കാൻ വേണ്ടി ആളുകളുടെ മുന്നിൽ പൊങ്ങച്ച നടിക്കാം. ഇതിനെയാണ് വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ തക്കാസുർ എന്ന് പറഞ്ഞത്. അൽഹാക്കുമുത് തകാസുർ ഹത്താ ദുർതുമുൽ മഖാബിർ. നിങ്ങളുടെ ഈ പരസ്പരമുള്ള മത്സരമുണ്ടല്ലോ, പെരുമ നടിക്കാനും പൊങ്ങച്ച നടിക്കാനും വേണ്ടിയുള്ള നിങ്ങളുടെ ഈ മത്സരമുണ്ടല്ലോ, നിങ്ങൾ ഖബറിലേക്ക് എത്തുമ്പോഴേ അതിന്റെ ഫലം നിങ്ങൾ അറിയൂ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എത്ര പൈസയുണ്ട്, എനിക്ക് എത്ര ആവശ്യമുണ്ട് എന്നൊന്നുമല്ല. ഞാൻ ഒരു സംരംഭം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ എൻ്റെ ഒരു വീട് വെക്കുന്നതിന്, ഞാനൊരു വാഹനം വാങ്ങിക്കുന്നതിനല്ല. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങളിൽ അവർ സഞ്ചരിക്കുക. ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങളിലാണ് അവരുടെ ബൈക്കുകളുടെ വിലകൾക്ക് നമ്മൾ അന്തം വിട്ടു പോകും. അവനത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അവന്റെ ബൈക്ക് കണ്ടിട്ട് മറ്റുള്ളവന് അസൂയ ഉണ്ടാക്കും. കേരളത്തിലെ അറിയപ്പെട്ട ഒരു ഇലക്ട്രോണിക് കമ്പനിയുടെ പരസ്യം തന്നെ, അവരുടെ പരസ്യവാചകം തന്നെ അയൽക്കാരനിൽ അസൂയ ജനിപ്പിക്കൂ എന്നാണ്. അയൽക്കാരനിൽ അസൂയ ജനിപ്പിക്കൂ. എന്നിട്ട് തന്നെ വീട്ടിലേക്ക് ഒരു മിക്സിയും കയറി പോകുന്ന ഒരു പെണ്ണിന്റെ പടവും കൊടുത്തിട്ടുണ്ട്. അയൽക്കാരിൽ അസൂയ ജനിപ്പിക്കൂ എന്നാണ്. ഇത് വിശ്വാസിക്ക് ഭൂഷണമല്ലെന്ന് അള്ളാഹു പറയുന്നത്. ഇതും ശിർക്കാണെന്ന് അള്ളാഹു പറയുന്നത്. ഇതും റിയാണെന്ന് അള്ളാഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ കുറിച്ച് പറയുന്നിടത്ത്, വിവാഹത്തിന്റെ സദ്യയെ കുറിച്ച് കൂടി പറയുന്നിടത്ത് റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്. റസൂൽ പറയുകയാണ്, അൽ വലീമത്തു അവ്വലി യൗമിൻ ഹഖ്ഖുൻ. നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് നിങ്ങൾ ഒരു വലീമ, വിവാഹ സദ്യ കൊടുക്കുന്നത് അതൊരു അവകാശമാണ്. വസ്സാനി മഅറൂഫുൻ. രണ്ടാം ദിവസവും വേണമെങ്കിൽ കുറച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതൊരു നന്മയായി പരിഗണിച്ചു വരാം. എന്നാൽ അതിൽ അധികം കാണിച്ചാലോ വല്യൗമുസ്സാലിത്തു സുംഅത്തുൻ ബരിയ, അത് റിയ ആണ്, അത് പൊങ്ങച്ചമാണ്, പടച്ചതമ്പരാൻ ഇഷ്ടപ്പെടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ടു തരം റിയാവും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ സ്വർഗത്തെ ഇല്ലാതാക്കുന്ന അപകടമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ നമസ്കരിക്കുമ്പോഴും, നമ്മൾ നോമ്പെടുക്കുമ്പോഴും, നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോഴും, നമ്മൾ വീട് വെക്കുമ്പോഴും, വാഹനം വാങ്ങിക്കുമ്പോഴും ഒക്കെ ഇത് സാക്ഷാത് ഉദ്ദേശം എന്താണ്? പൊങ്ങച്ച നടിക്കാൻ വേണ്ടിയിട്ടാണോ? എങ്കിൽ അത് നമ്മുടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തും. അതല്ല, ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അതാണോ നമ്മുടെ ഉദ്ദേശം? അത് നമ്മുടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തും. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു കാര്യമാണ്. ആരാണ് കർമ്മങ്ങൾ നഷ്ടപ്പെട്ടവരെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത് ഏതാണ്? ഖുൽ ഹൽ യുനബ്ബിഉകും ബിൽ അഖ്സരീന അമല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സനഅ. കർമ്മങ്ങൾ നഷ്ടപ്പെട്ടവരാണെന്ന് അറിയുമോ? അവർ പരലോകത്ത് വരും, ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഖുർആൻ പറയുന്നു, ഹബിത്തത അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ ഹബത്ത് ബാധിച്ചു പോയിരിക്കുന്നു. ഹബത്ത് എന്ന് പറഞ്ഞാല് പശുക്കൾക്ക് ഗ്രഹണി ബാധിക്കുന്നതിന് ഹബത്ത് എന്ന് പറയാം. വീട്ടുടമസ്ഥൻ വീട്ടിൽ വരുമ്പോ പശുവിന്റെ വയറിങ്ങനെ പള്ള നടന്നിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അയാൾ വിചാരിക്കണോ എന്റെ പശു ഉഷാറാണ്, നിറയെ പുല്ല് തിന്നിരിക്കുന്നു. രണ്ടാം ദിവസവും അഴിച്ചു കെട്ടി തിരിച്ചൊരു പശുവിന്റെ വയറിങ്ങനെ വീർത്ത് തടിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂന്നാം ദിവസവും ആകുമ്പോഴാണ് ഇത് വീർത്തടിച്ചിട്ട് പൊട്ടിപ്പോയിട്ട് ഉള്ളിൽ കാറ്റായിരുന്നു അയാൾ മനസ്സിലാക്കുന്നത്. ഇതിനാണ് ഹബത്ത് എന്ന് പറയുക. അള്ളാഹ് പറയാണ്, പരലോകത്ത് ഒരു കുറെ മനുഷ്യന്മാർ ഹബിത്തത അഅമാലുഹും വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅൻ,
താൻ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയതൊക്കെ ഭയങ്കര സംഭവങ്ങളായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ അത് ബലൂൺ വീർത്തതുപോലെ പൊട്ടിത്തെറിച്ചു പോകും എന്നതാണ്. അള്ളാഹിന്റെ മുന്നിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ തന്നെ നഷ്ടപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ എന്നെ കുറിച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ എല്ലാ വാദങ്ങളും പൊളിഞ്ഞാൽ, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു പരത്തിയ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു പോയാൽ എന്നെക്കാൾ നഷ്ടം സംഭവിച്ചാൽ ആരാളുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളിൽ റിയാ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ 3 കാര്യങ്ങൾ പരിശോധിച്ചാൽ മതിയെന്ന്. അതിലൊന്നാമത്തേത്, മറ്റുള്ളവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക്, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്ക് കൂടുതൽ ചടുലതയും വൃത്തിയും വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ആളുകളില്ലാത്തപ്പോൾ തോന്നിയ പോലെ നമസ്കരിക്കുക, ആളുകൾ മുന്നിലാകുമ്പോൾ നിസ്കാരത്തിന് ഭക്തി കൂടുന്ന പ്രശ്നം നമുക്കുണ്ടോ? രണ്ടാമത്തത്, മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അവരുടെ പ്രശംസയും നന്ദിയും പ്രതീക്ഷിച്ചുകൊണ്ട് നാം കർമ്മങ്ങൾ മെച്ചപ്പെടുത്താറുണ്ടോ? മൂന്നാമത്തത്, മറ്റുള്ളവർ കാണാത്തപ്പോൾ നമ്മൾ ഹറാമ് ചെയ്യുകയും മറ്റുള്ളവർ മുന്നിൽ ഹറാമ് ചെയ്യാതെ മാന്യനായി ജീവിക്കുകയും ചെയ്യുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ഇതാണ് റിയ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകു. ആ ജനത, അവരുടെ പ്രത്യേകത, ആളുകളില്ലാത്തപ്പോൾ അവർ ഹറാമു ചെയ്യുകയും ആളുകളുടെ മുന്നിൽ മാന്യനായി നടിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വലിയ ശിർക്ക്, ഇതാണ് ഏറ്റവും വലിയ അപകടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അപകടത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.